ചപ്പാത്തി, പൊറോട്ട, അതേപോലെ ഈ ബ്രോയിലർ ചിക്കനൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കാൻ പാടില്ല കേട്ടോ. നല്ല പോലെ വെള്ളം കുടിക്കണം. നല്ല പോലെ വെള്ളം കുടിക്കണം. പാടില്ല. പിന്നെ ഈ കടലമാവിൻ്റെ പൊരിച്ചത് ഒന്നും കഴിക്കാനൊന്നും പാടില്ല കേട്ടോ. വിണ്ട് കീറി പൊട്ടും. ഇത് നല്ല തടിപ്പുണ്ട്. നല്ല തടിപ്പുള്ള കാരണം കൊണ്ട് അതൊന്നും ഉപയോഗിക്കരുത്. നല്ല പോലെ വെള്ളം കുടിക്കുക. അതെ അല്ലേ. നല്ലോണം വെള്ളം കുടിക്കണം. നല്ല പോലെ വെള്ളം കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ ചെറുപയർ കഴിക്കുക. ഉള്ളിലേക്ക് ചെറുപയർ കഴിക്കണം. പാല് വിശക്കണം കേട്ടോ. കുറച്ച് നാളത്തേക്ക് തൈരായാലും പുളി കുറഞ്ഞ തൈര് നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കൂട്ടാം. അല്ലാണ്ട് എല്ലാ ദിവസവും കൂട്ടരുത്. അതുപോലെ പച്ചക്കറി നല്ല പോലെ കഴിക്കുക. പച്ചക്കറിയിൽ ചേന കഴിക്കരുത് കേട്ടോ. ഇതൊന്ന് മാറണ വരെ. പിന്നെ പുളിയുള്ള അധികം തൈര് കൂട്ടരുത്. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങോട്ട് വരിക. അപ്പം അമ്മ അരച്ച് തരാം. പിന്നെ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഓരോ ദിക്കിൽ പോയി ഇപ്പം മാറ്റി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറാണ്ട് അവസാനം എല്ലാം ഉപേക്ഷിച്ച് ഇവിടെയും കൂടി വന്നിട്ട് നോക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, ആൾക്കാരെ കൂടെ കൂടാൻ പറ്റണില്ല, മുണ്ടെടുക്കാൻ പറ്റണില്ല, ഷർട്ട് ഊരിയിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റണില്ല, ആൾക്കാർ കൂടണോടത്ത് കൂടാൻ പറ്റണില്ല, ഒരു ഫംഗ്ഷനും പങ്കെടുക്കാൻ പറ്റണില്ല, കൂട്ടുകാർ അങ്ങനെയൊക്കെ ആയിട്ട് വരണവരാണ് ഇവിടെ വരുന്നത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാ മരുന്നും ഉപയോഗിച്ചിട്ട് പറ്റാണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നിട്ട് ഒക്കെ എല്ലാ കുട്ടികൾക്കും കുറച്ച് നാൾ പിടിക്കും. ഈ ജോയിൻ്റൊക്കെ വേദന വരും, ചിലവർക്ക് നീര് വരും. അതൊക്കെ ഇത് നമ്മൾ മറ്റുള്ള മരുന്നുകൾ കഴിച്ച് ഉള്ളിലേക്ക് ഒളിപ്പിച്ചിട്ട് കാര്യമില്ല. ഒളിപ്പിക്കാണ്ട് കളയണം. അത് തന്നെയല്ല നമ്മുടെ എണ്ണകളും കാര്യങ്ങളും ഇത് മാറിയാലും നമ്മൾ ദിവസം പ്രതി നമ്മൾ പുരട്ടണം. മാറിയെന്ന് വെച്ചിട്ട് നമ്മുടെ ഭക്ഷണ രീതികളൊന്നും മാറ്റം വരുത്തരുത്. മാറിയാലും നമ്മുടെ ഭക്ഷണ രീതികൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് നല്ല കട്ടിയാണ്.